വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോ മിശിഹായിൽ അനുഗ്രഹീതരായ ശാലോം പ്രേക്ഷകർക്ക് തൂവാനീസ ഒരുക്കുന്ന വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ശാന്തമായി പ്രാർത്ഥിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, നന്ദി പറയുന്നു. വചനമായ ദൈവമേ, വചനമായി ഞങ്ങളിൽ പെയ്തിറങ്ങണമേ. ഞങ്ങൾക്ക് പരദീസായുടെ വാതിൽ തുറന്നു തന്ന് സ്വർഗീയ വിരുന്നിൽ ഞങ്ങളെ പങ്കാളികളാക്കുവാനായി സ്വർഗം വിട്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈശോനാഥ, നിങ്ങളുടെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്കുള്ള പരീക്ഷണങ്ങളിൽ വിജയം നേടുവാൻ ഞങ്ങളെ സഹായിക്കണം. സ്വർഗീയ പരീക്ഷയിൽ വിജയിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണം. പരിശുദ്ധാത്മാവേ, അതിനെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സകല സ്വർഗവാസികളെ ഞങ്ങളെ ശക്തിപ്പെടുത്താൻ സംരക്ഷണ കോട്ട തീർക്കണം. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം സ്വർഗരാജ്യം നേടാനുള്ള പരീക്ഷയെക്കുറിച്ച്. നമ്മൾക്ക് ഒത്തിരി പരീക്ഷകളും പരീക്ഷാ പേപ്പറുകളും കണ്ടിട്ടുള്ളവരാണ്. പരീക്ഷാ വിജയത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ്. ചില പരീക്ഷകളിലൊക്കെ തോറ്റ അനുഭവങ്ങൾ നമുക്കുണ്ട്, എന്നാൽ ചില പരീക്ഷകളിൽ വിജയിച്ചിട്ടുമുണ്ട്. സ്വർഗരാജ്യം നേടാനുള്ള പരീക്ഷ എന്താണ്? ഈശോ മിശിഹ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നത് തന്നെ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. ഈ നിത്യജീവൻ നേടാൻ, സ്വർഗരാജ്യം നേടാനുള്ള പരീക്ഷയ്ക്ക്
വേണ്ട ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരക്കടലാസും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആൻസർ കീയും തന്നിട്ടാണ് ഈശോ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയിരിക്കുന്നത്. ഈശോയുടെ രണ്ടാമത്തെ ആഗമനം വരെ നമ്മെ ശക്തിപ്പെടുത്തുവാനായി സഭയിലൂടെ പരിശുദ്ധ കൂദാശകൾ തന്ന്, ജീവൻ്റെ നീർച്ചാലുകൾ തന്ന്, ഭക്താഭ്യാസങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ സ്വർഗരാജ്യത്തിൻ്റെ പരീക്ഷ എഴുതിക്കാൻ, അതിൽ വിജയിപ്പിക്കാൻ നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പരിശീലനമാണ് സഭയിലൂടെ കൂദാശകളിലൂടെയൊക്കെ നമുക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരവും എന്താ? വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 25-ാം അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് സ്വർഗരാജ്യത്തെ സംബന്ധിച്ച് ഈശോ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തത്, ഒരുങ്ങിയിരിക്കുക. 10 കന്യകമാരുടെ ഉപമ പറഞ്ഞുകൊണ്ട് സദാ ജാഗരൂകതയോടെ എണ്ണ വിളക്കിലെടുത്ത് ഒരുങ്ങിയിരിക്കുക. നമ്മുടെയൊക്കെ ജീവിതം ഒരു വിളക്കിനോട് ഉപമിച്ചാൽ ഈ വിളക്കിൽ എന്താണ് എണ്ണ? ഒരുക്കമുള്ളവരായിരിക്കുന്ന അവസ്ഥ എന്താണ്? സ്വർഗരാജ്യത്തിലെത്തുന്നവർ വിശുദ്ധരാണ്. അപ്പോൾ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചിരിക്കുക എന്നതാണ് സ്വർഗരാജ്യത്തിൽ പോകാൻ ഒരുങ്ങിയിരിക്കുക എന്നതിൻ്റെ അർത്ഥം. ജീവിത വിശുദ്ധിയാകുന്ന എണ്ണ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. വചനം കൃത്യമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്നാൽ അവർ ദൈവത്തെ കാണും. ഈ വിശുദ്ധീകരണത്തിന് വേണ്ടി, വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠത്തിൽ നിന്ന് ഈശോ വിശുദ്ധ കുർബാനയിലൂടെയും അനുതാപത്തിൻ്റെ ചൈതന്യത്തോടെ കുമ്പസാരിക്കുമ്പോൾ കണ്ണുനീരിൻ്റെ മാമോദീസയായ കുമ്പസാരത്തിലൂടെ പാപമോചനവും തന്നുകൊണ്ട് നമ്മളെ അനുനിമിഷം അനുദിനം വിശുദ്ധിയിൽ വളർത്താൻ ദൈവം ആഗ്രഹിച്ച് ദൈവിക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ വചനമാകുന്ന ദൈവം തിരുവചനങ്ങളിലൂടെ നമ്മളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, വചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നാം അറിയാതെ നമ്മളിലേക്ക് വിശുദ്ധി ദൈവം പകർന്നു തരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പരീക്ഷ ക്വസ്റ്റ്യന് വിജയിക്കുവാനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മളിത് പ്രകാരം ഉപയോഗിക്കുന്നു. ജീവിത വിശുദ്ധിയാകുന്ന എണ്ണ വറ്റിപ്പോകാതെ എണ്ണ എടുത്തുകൊണ്ട് അനുഗമിക്കുന്നു. രണ്ടാമത്തത് താലന്തുകളുടെ ഉപമയാണ്. 5ഉം 2ഉം 1ഉം താലന്തുകൾ നൽകപ്പെട്ടു. അവരെ താലന്തുകൾ ഏൽപ്പിച്ച യജമാനൻ പിന്നീട് അവരെന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന പോലെയാണ് ദൈവരാജ്യം. സ്വർഗത്തിലെത്തുമ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള ചില കഴിവുകൾ, കൃപകൾ, അനുഗ്രഹങ്ങൾ, സിദ്ധികൾ എപ്രകാരം നമ്മൾ ഉപയോഗിച്ചു? ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുമെന്നാണ് പറഞ്ഞു. അപ്പോൾ എല്ലാ നശ്വരമായ കാര്യങ്ങളെ എത്രത്തോളം വിശ്വസ്തയോടെ നാം കൈകാര്യം ചെയ്തോ അത്രത്തോളം ദൈവം നമ്മളെ സ്വർഗരാജ്യത്തിൽ വലിയവരാക്കും. നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന ജീവിത അന്തസ്സ്, ജീവിത സാഹചര്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ, ഇവിടെയൊക്കെ വിശ്വസ്തരായിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. വിശ്വസ്തരായ വൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാത്മാവിനെ സഭയുടെ നാമത്തിൽ ആശീർവദിച്ച് പുരോഹിതനെ യാത്രയാക്കുന്നത് അവൻ്റെ ഭവനത്തിൽ നിന്ന്. അപ്പം വിശ്വസ്തത, ദാമ്പത്യ വിശ്വസ്തത, പൗരോഹിത്യ സമർപ്പിത ജീവിതത്തിൻ്റെ വിശ്വസ്തത, ജോലിയിലുള്ള വിശ്വസ്തത, ആത്മീയ കാര്യങ്ങളിലുള്ള വിശ്വസ്തത, സഭയോടുള്ള വിശ്വസ്തത, വചനത്തോടുള്ള വിശ്വസ്തത, സുഹൃത്ത് ബന്ധങ്ങളോടുള്ള വിശ്വസ്തത, വിശ്വസ്തത
ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. നമ്മളൊക്കെ വിജയിക്കാൻ വേണ്ടി, നേട്ടം കൊയ്യാൻ വേണ്ടി പലപ്പോഴും ഈ വിശ്വസ്തതയിൽ കോംപ്രമൈസിങ് നടത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും ജയിക്കണം, എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ നേട്ടമുള്ള ആളായി മാറണം. ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തർക്കാണ് വില. മദർ തെരേസ പറയുന്നുണ്ട്, നിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം വിജയിച്ചു എന്നതിലല്ല, നീ എത്രത്തോളം വിശ്വസ്തയോടെ അത് നിർവഹിച്ചു എന്നതിലാണ് ദൈവം നിനക്ക് വിലയിടുന്നത്. അപ്പം മാനുഷിക പ്രീതിക്ക് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നവനാണ് വിശ്വസ്തൻ. ഇപ്പം രണ്ടാമത്തെ പരീക്ഷ വിജയത്തിനു വേണ്ടിയുള്ള ഉത്തരം അതാണ്, ആൻസർ കീ, വിശ്വസ്തയോടെ ചെയ്യും. മൂന്നാമത്തത് അന്ത്യവിധിയെ സൂചിപ്പിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, അന്ന് ഇടയൻ കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ അന്തിമ വിധി നാളിൽ ശിഷ്ടരെയും ദുഷ്ടരെയും വേർതിരിക്കുമ്പോൾ അവിടെ എടുക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് എളിയ സഹോദരങ്ങളിൽ ദൈവത്തെ കാണാൻ കഴിഞ്ഞോ എന്ന ഒരേ ഒരു മാനദണ്ഡമേ. ആരാണ് എളിയ സഹോദരൻ? എൻ്റെ സ്നേഹവും കരുതലും അർഹിക്കുന്നവൻ ആരോ അവനെല്ലാം എൻ്റെ എളിയ സഹോദരങ്ങളാണ്. എൻ്റെ സ്നേഹവും കരുതലും ഏതൊക്കെ വിധത്തിൽ, സാമ്പത്തികമായിട്ടായിരിക്കാം, മറ്റു സഹായപരമായിട്ടായിരിക്കാം, എൻ്റെ സാന്നിധ്യത്തിലൂടെ ആയിരിക്കാം, അത് അർഹതയുള്ള ആരും, ദരിദ്രനാണ്, എളിയ സഹോദരനാണ്, അവന് ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എറണാകുളം പട്ടണത്തിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഭക്ഷണപ്പൊതിയുമായി നടക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കോട്ടയം പട്ടണത്തിലൂടെ, റെയിൽവേ സ്റ്റേഷനിലൂടെ, ബസ് സ്റ്റാൻഡിലൂടെയൊക്കെ ചോറും പൊതികളുമായി വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ, ആരോരുമില്ലാത്തവരെ തീറ്റിപ്പോറ്റാൻ അക്ഷീണം ഓടി നടക്കുന്ന പ്രേക്ഷിതരെ കാണാനിടയായിട്ടുണ്ട്. ഈശോ പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നോ? എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നോ? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചോ? ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചോ? ഞാൻ രോഗിയായിരുന്നു, കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടോ? ഇതാണ് പരീക്ഷ ക്വസ്റ്റ്യൻ. ഉത്തരം കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് പ്രിയപ്പെട്ടവർ. ഞാൻ സൂചിപ്പിച്ചല്ലോ, സഭയിലൂടെ നമുക്ക് നൽകപ്പെടുന്ന ആത്മീയ ശുശ്രൂഷകളും കൂദാശകളും ഭക്താനുഷ്ഠാനങ്ങളും ആത്മീയ ആഘോഷങ്ങളുമെല്ലാം ഈ പരീക്ഷയിലേക്ക് നമ്മളെ ഒരുക്കുന്നതാണ്. അൾത്താരയിൽ ജീവനുള്ള ഈശോയെ കൈകളിലെടുത്ത് സ്വീകരിച്ച് പുറത്തേക്കിറങ്ങുന്ന ഓരോ ക്രൈസ്തവനും വഴിയോരങ്ങളിലും അയൽവക്കങ്ങളിലും സ്വന്തം കുടുംബത്തിലുമൊക്കെ കാണപ്പെടുന്ന സഹോദരങ്ങളിൽ ജീവിക്കുന്ന യേശുവിൻ്റെ മുഖം കാണാൻ കഴിഞ്ഞ് അവന് അവൾക്ക് അർഹതപ്പെട്ടത് ചെയ്തു കൊടുക്കാനുള്ള മനസ്സും ചെയ്യാനുള്ള സന്നദ്ധതയും ഉണ്ടാകുമ്പോഴാണ് വിശുദ്ധ കുർബാന അർപ്പണം പൂർണ്ണമാകുന്നത്. സ്വർഗരാജ്യം നേടണമെങ്കിൽ വിശക്കുന്നവനുമായി അപ്പം പങ്കുവെക്കണം, ദാഹിക്കുന്നവൻ്റെ ദാഹം ശമിപ്പിക്കണം, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തനാക്കുന്ന ദൈവത്തെ പോലെ നമ്മുടെ ചുറ്റും വിശക്കുന്നവർക്ക് വിശിഷ്ട വിഭവങ്ങൾ കൊടുക്കാൻ കഴിയണം. ഇന്ന് നമ്മുടെ ആഘോഷങ്ങളിലൊക്കെ എന്താ സംഭവിക്കുന്നത്? വിശപ്പില്ലാത്തവരുടെ മുമ്പിൽ വെച്ച് വിളമ്പുകയാണ് നമ്മൾ ഡിന്നർ ഒരുക്കുമ്പോൾ 600-700 രൂപയുടെ ഡിഷ് ഓർഡർ ചെയ്ത് അത് വലിയ മേശപ്പുറത്ത് നിരത്തി വയ്ക്കുമ്പോൾ പലർക്കും അത് കഴിക്കാൻ പറ്റുന്നില്ല. വിശപ്പില്ലാത്ത അവസ്ഥയുണ്ട്, ആരോഗ്യം അത് കഴിക്കാൻ അനുവദിക്കാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ആഗ്രഹിക്കുന്നു, വലിയ സദ്യകൾക്കൊന്നും ഞങ്ങളെ വിളിക്കാതിരിക്കട്ടെ,
വിളിച്ചാൽ പോണല്ലോ. എന്നാൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശന്നു വലയുന്ന എന്തുമാത്രം ആളുകൾ ആർത്തിയോടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കൊതിക്കുന്ന, നല്ല ഫുഡ് കഴിക്കാൻ കൊതിക്കുന്ന എത്രയെത്ര ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരിൽ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവരുടെ വിശപ്പകറ്റാൻ നമ്മളാലാവുന്നത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ സ്വർഗരാജ്യത്തിലെ പരീക്ഷയ്ക്ക് നാം ഒരുപടി വിജയം നേടുകയാണ്. ദാഹിക്കുന്നവരുടെ ദാഹം ശമിപ്പിക്കുക. ഭൗതികമായ ദാഹമുണ്ട്, ആത്മീയമായ ദാഹമുണ്ട്. നമ്മുടെയൊക്കെ ജഡത്തിൻ്റെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി മദ്യപിക്കാനും മധുരോത്സവത്തിൽ മുഴുകാനും ഒക്കെ നാം താല്പര്യം കാണിക്കുമ്പോൾ ഓർമ്മിക്കണം, നമ്മുടെ ആത്മാവിൽ ഒരു ദാഹമുണ്ട്. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. വചനത്തിനു വേണ്ടിയുള്ളൊരു ദാഹം, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ളൊരു ദാഹം, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം നമ്മളിലുണ്ടാവുകയും ആ ദാഹമുള്ളവർക്ക് നമ്മുടെ ജീവിത വിശുദ്ധിയിലൂടെ, മാതൃകയിലൂടെ, നമ്മുടെ വചനം അനുസൃതമായ ജീവിതത്തിലൂടെ ജീവജലം പകർന്നു കൊടുക്കാനും കഴിയുമ്പോഴാണ് എളിയ സഹോദരങ്ങൾക്ക് ദൈവ സാന്നിധ്യമായി നമ്മൾ മാറുന്നത്. വീണ്ടും, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. നമ്മുടെയൊക്കെ അലമാരകളിൽ കെട്ടി പൂട്ടി സൂക്ഷിച്ചിരിക്കുന്ന, അടുക്കി വച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അവിടെ സൂക്ഷിക്കപ്പെടാനുള്ളതല്ല. പിന്നെയോ വിശുദ്ധനായ ബേസിൽ പറയും, അത് വസ്ത്രമില്ലാതെ അലയുന്ന, നാണം മറയ്ക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവൻ്റെതാണ്. നീ അത് നിന്റെ പെട്ടിക്കകത്ത് പൂട്ടിവെക്കരുത്. സ്വർഗത്തിലെ പരീക്ഷയിൽ നീ ജയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തുറക്ക് നിന്റെ പെട്ടി, എടുക്ക്. അത് പാവപ്പെട്ടവനുമായി പങ്കുവയ്ക്കാൻ മനസ്സ് കാണിക്കും. നിന്റെ അലമാരയിൽ, നിന്റെ ബാങ്കിൽ നീ നിക്ഷേപിച്ചിരിക്കുന്ന അമൂല്യമെന്ന് കരുതുന്ന വലിയ ബാങ്ക് ബാലൻസുകളുണ്ടല്ലോ, അതെത്രത്തോളം കുറയുന്നോ അത്രത്തോളം സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. രോഗികൾക്ക് സൗഖ്യമേകാൻ, അവർക്ക് മരുന്ന് വാങ്ങാൻ, തിന്മയുടെ ബന്ധനത്തിൽ കിടക്കുന്നവർക്ക് ആത്മീയ ശുശ്രൂഷകളിലൂടെ വിടുതൽ കൊടുക്കാൻ, കാരാഗ്രഹവാസം അവസാനിപ്പിച്ച് ദൈവഭവനത്തിലെ മക്കളാക്കി മാറ്റാനൊക്കെ നിന്റെ കഴിവിൻ്റെ പരമാവധി, നിന്റെ സമയം, നിന്റെ ആരോഗ്യം, നിന്റെ സമ്പത്ത് നീ വിനിയോഗിക്കുമ്പോഴാണ് പ്രിയ ദൈവമകനെ, ദൈവമകളെ, സ്വർഗരാജ്യത്തിൻ്റെ പരീക്ഷയിൽ നീ വിജയിക്കുന്നത്. ശുദ്ധമത്തായുടെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നതാണ്. സ്വർഗത്തിൽ നമ്മളോട് വേറെ ഒന്നും ചോദിക്കുന്നില്ല. നീ എത്ര വിശുദ്ധ കുർബാന അർപ്പിച്ചു എന്നോ. അതൊക്കെ നിന്റെ ആത്മാവിൻ്റെ പോഷണത്തിന് വേണ്ടിയും ഈ ദൗത്യം നിർവഹിക്കാനുള്ള ശക്തിക്കും വേണ്ടിയിട്ടാണ്. നീ ധ്യാനം കൂടിയിട്ടുണ്ടോ? നല്ലതാണ്. നീ വചനം വായിക്കുന്നുണ്ടോ? നല്ലതാണ്. അതൊക്കെ നിന്റെ വിശ്വാസത്തിൽ നിന്നെ കൊണ്ടുചെന്നെത്തിക്കേണ്ടത് ആക്ഷനുണ്ട്. പ്രവൃത്തി കൂടാത്ത വിശ്വാസം അതിനാൽ തന്നെ നിർജീവമാണ്. വിശ്വാസം എന്നത് ബോധ്യമാണ്, ശരിയാണ്. ഉറപ്പും ബോധ്യവും ഒക്കെ നിനക്കുണ്ട്, ദൈവത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ ആ വിശ്വാസം ആക്ഷനിലേക്ക് വരണം, പ്രവൃത്തിയിലേക്ക് വരണം. അതെവിടെയാ? കാരുണ്യപ്രവൃത്തികളിലൂടെ, സ്നേഹത്തിൽ പ്രവർത്തനനിരതമാകുന്ന വിശ്വാസമാണ് പരമപ്രധാനം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നാം ഓർമ്മിക്കണം, ഒരുവൻ വിശ്വാസിയാണ് എന്ന് പറയുകയും വിശ്വാസത്തിന് അനുഷ്ഠാനങ്ങളെല്ലാം നിർവഹിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമായില്ല. അവൻ്റെ ജീവിതം മുറിച്ചു കൊടുക്കണം, അവനുള്ളത് പങ്കുവയ്ക്കപ്പെടണം, അവനൊരു വിശുദ്ധ കുർബാനയായി മുറിയപ്പെടണം. അനേകർക്ക് വേണ്ടി മുറിയപ്പെടുന്ന, അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ജീവിതമായി നമ്മുടെ ജീവിതം മാറണം. ഒരിക്കലൊരു സഹോദരൻ നിരന്തരമായി എപ്പോഴും ആ പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യം പറയുമ്പോൾ അദ്ദേഹം പൂർണ്ണ മനസ്സോടുകൂടി സന്നദ്ധനായി, ഞാനത് ഏറ്റെടുത്തോളാം, ആ കൊച്ചിനെ ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നത്. ഒരിടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ
പലതവണ ഇദ്ദേഹം ഏറ്റെടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ നടത്തുന്നത് കണ്ടപ്പോൾ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, എന്തുകൊണ്ടാണ് ആരെങ്കിലും സാമ്പത്തികമായ ഒരു സഹായം ചോദിച്ച് അപേക്ഷ തന്നിട്ടുണ്ട് എന്ന് പൊതുവായിട്ട് പറയുമ്പോൾ ആരോരും അറിയാതെ ഞാനത് നടത്തിക്കോളാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് അതിനുവേണ്ടി പ്രത്യേക ഒരു പിരിവൊന്നും എടുക്കണ്ട, ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞ് സഹോദരൻ അത് ചെയ്യുന്നു? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? വലിയ കോടീശ്വരനൊന്നുമല്ല, ചെറിയ ബിസിനസ് മാത്രമേ ഉള്ളൂ, എനിക്കറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, അച്ഛാ, നമ്മളൊക്കെ വിളമ്പുകാരാണ്. കലവറക്കാരൻ വിളമ്പുകാരൻ്റെ കയ്യിൽ തന്നാലേ നമുക്കുള്ളൂ. വിളമ്പുകാരൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം കലവറക്കാരൻ തരില്ല. എന്നാൽ വിളമ്പുകാരൻ്റെ പാത്രം കാലിയാകുമ്പോഴാണ് കലവറക്കാരൻ ആ പാത്രത്തിലേക്ക് നിറച്ചു തരുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരാശയമായിരുന്നു വിളമ്പുകാരാ നമ്മളൊക്കെ. വിളമ്പുകാരൻ്റെ പാത്രത്തിൽ ഉള്ളിടത്തോളം കാലം കലവറക്കാരൻ തരാനാവില്ല. വിളമ്പുകാരൻ്റെ പാത്രം കാലിയാകുമ്പോഴാണ് കലവറക്കാരൻ ആ പാത്രം നിറച്ചു കൊടുക്കുന്നത്. എളിയ സഹോദരങ്ങൾക്ക് വേണ്ടി ദൈവം നമുക്ക് തന്നിട്ടുള്ളത് വിളമ്പ് കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വിളമ്പുകാരാണ് നമ്മളെന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ ഇതൊന്നും എൻ്റെ സ്വന്തമല്ല, കലവറക്കാരനായ യജമാനനായ ദൈവത്തിൻ്റെതാണ്. ദൈവം തന്നു, ദാനമായി എനിക്ക് തന്നു, ഞാൻ ദാനമായി കൊടുത്തു, ഞാൻ കൊടുക്കും തോറും ദൈവം എനിക്ക് തന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരാൻ ഇടയാകട്ടെ. ഇതാണ് സ്വർഗത്തിലെ പരീക്ഷയ്ക്കുള്ള ഏക ചോദ്യം, അതിൻ്റെ ഏക ഉത്തരം. എളിയ സഹോദരങ്ങൾക്ക് ചെയ്തു കൊടുക്കുക, അതെനിക്ക് തന്നെ ചെയ്തു. നമ്മുടെ സഹായം, നമ്മുടെ പരിഗണന അതേത് വിധത്തിലാകാം. സ്നേഹത്തിലൂടെ ആയിരിക്കാം, മനസ്സിലാക്കുന്നതിലൂടെ ആയിരിക്കാം, സാമ്പത്തിക സഹായത്തിലൂടെ ആയിരിക്കാം, നമ്മുടെ സമയം പങ്കിടുന്നതിലൂടെ ആയിരിക്കാം, നമ്മുടെ ആരോഗ്യം പങ്കിടുന്നതിലൂടെ ആയിരിക്കാം, ഏത് വിധത്തിലായിക്കോട്ടെ, നമ്മുടെ അറിവ് പങ്കിടുന്നതിലൂടെ ആയിരിക്കാം. നമ്മുടെ സഹായം അർഹിക്കുന്ന, അതാവശ്യമുള്ള ആരെയും യേശുവിൻ്റെ എളിയ സഹോദരങ്ങളായി കണ്ടുകൊണ്ട്, അവരിൽ യേശുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്നതിലൂടെയും അവരെ സന്തോഷിപ്പിക്കുന്നതിലൂടെയും മാത്രമാണ് സ്വർഗരാജ്യം നേടാൻ കഴിയുന്നത് എന്ന ബോധ്യത്തിലേക്കും അതിന് നമ്മെ ഒരുക്കുന്നതാണ് നമ്മുടെ എല്ലാ ആത്മീയ ശുശ്രൂഷകളും എന്നുള്ള ചിന്തയിലേക്കും ദൈവം നമ്മെ നയിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കണ്ണുകളടച്ച് കരങ്ങളെ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് കാണപ്പെടുന്ന സഹോദരങ്ങളിൽ ദൈവത്തെ കാണുവാൻ, അവർക്ക് ദൈവത്തിനെന്ന പോലെ എളിയ ശുശ്രൂഷ ചെയ്ത് സ്വർഗരാജ്യത്തിൽ എത്താനുള്ള പരീക്ഷയിൽ വിജയം നേടുവാൻ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഉള്ളതില്ലാത്തവനുമായി പങ്കുവയ്ക്കാനുള്ളൊരു മനസ്സ്, മുമ്പിൽ കൈകൾ നീട്ടി നിൽക്കുന്ന മനുഷ്യനിൽ ദൈവത്തിൻ്റെ മുഖം കാണാൻ, സ്വത്തും പണവും ഭിത്തികെട്ടി പൂട്ടിസൂക്ഷിക്കുന്നവൻ്റെ ജീവിതത്തിനും ഒരു അന്ത്യമുണ്ടാകുമെന്നും ഇതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടതാണെന്നും, എന്നാൽ സ്വർഗത്തിലെ നിക്ഷേപം എന്നത് മറ്റുള്ളവരുമായുള്ള പങ്കുവെക്കലിലൂടെ മാത്രമാണ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നതും, ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുന്ന ഞാൻ എൻ്റെ കരുണ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നുവെന്നുള്ള ബോധ്യം ഹൃദയത്തിലേക്ക് കർത്താവെ നീ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. സ്വർഗരാജ്യം നേടാനുള്ള പരീക്ഷയിൽ വിജയിക്കാൻ കർത്താവേ, ഭൗതികമായ എല്ലാ പരീക്ഷകളും ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ സ്വർഗീയമായ പരീക്ഷയിൽ ജയിക്കാൻ എളിയ സഹോദരങ്ങൾ ദൈവത്തെ കാണാൻ, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ
അവരെ അനുഗ്രഹിക്കാൻ, അവർക്ക് നന്മ ചെയ്യാൻ കർത്താവെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ നിക്ഷേപം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.